ഞങ്ങൾ ഇന്നുള്ളത് എൻ്റെ സ്വന്തം നാടായിട്ടുള്ള കോതമംഗലത്താണ്. 12 സെൻറ്റ് പ്ലോട്ടിൽ 3300 സ്ക്വയർ ഫീറ്റിൽ തീർത്തും കണ്ടംപററി സ്റ്റൈൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന വീടാണിത്. പ്രവാസികളായിട്ടുള്ള ജെറിൻ ലിമിനി ദമ്പതിമാർക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ഭവനം. ഈ പ്രോജക്റ്റിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹസ്ഥനായിട്ടുള്ള ജെറിൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ കണ്ടംപററി സ്റ്റൈലുള്ള വീടുകളുടെ നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ്സൊക്കെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മളുടെ അടുത്തൊക്കെ വരുന്ന റിക്വയർമെൻറ്റുകളിൽ കൂടുതൽ പേരും ഒരു കണ്ടംപററി സ്റ്റൈൽ വീടുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ ഒരു ഡിസൈൻ ശൈലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ കോസ്റ്റ് പൊതുവേ കുറവായിരിക്കും. അതായത് ഒരു ട്രഡീഷണൽ സ്റ്റൈലുള്ള വീടുകളെ അല്ലെങ്കിൽ ഒരു കൊളോണിയൽ സ്റ്റൈലുള്ള വീടുകളൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ കോസ്റ്റ് കുറവായിരിക്കും. പക്ഷേ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, കണ്ടംപററി സ്റ്റൈലിൽ വരുന്ന വീടുകളുടെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റും പൊതുവെ കൂടുതലായിരിക്കും. ഇത്തരം ഡിഫറൻസ് ശരിക്കും ഈ ഡിസൈനിലുണ്ട് എന്നുള്ളതാണ്. ഈ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു പ്രീമിയം ലുക്ക് ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. നമ്മൾ എക്സ്റ്റീരിയറിൽ ഒരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സ്റ്റോൺ ക്ലാഡിങ്. നമ്മൾ അധികം വളരെ കോമൺ അല്ല, എന്നിരുന്നാലും ഒരു പ്രീമിയം ലുക്ക് വരാനായിട്ട് ഇത്തരത്തിലൊരു സ്റ്റോൺ ക്ലാഡിങ് നമ്മൾ ചെയ്തത്. വളരെ വിശാലമായിട്ടുള്ള ഒരു കാർ പോർച്ചാണ് നമ്മൾ ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. റൂഫിങ്ങിനായിട്ട് ടഫൻ ഗ്ലാസ്, ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടഫൻ ഗ്ലാസ് ആണ് നമ്മൾ കൊടുത്തത്. അതോടൊപ്പം തന്നെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ഈ 2 സ്റ്റെപ്പുകളൊക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കാർ പോർച്ചിൽ നിന്നുള്ള റൂഫിങ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു സൺഷെയ്ഡായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പൊതുവേ നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ അധികം നനയായിരിക്കാൻ, ചെറുതായിട്ടൊക്കെ നനയും, കൂടുതലായി ചെറിയ മഴയത്തൊന്നും അധികം നനയാതിരിക്കാനായിട്ട് ഈ ഒരു സൺഷെയ്ഡ് റൂഫിങ് പോലെ നമ്മൾ കാർ പോർച്ചിൻ്റെ റൂഫിങ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഗുണമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഒരു പ്രീമിയം ഫിനിഷിൽ, ഒരു പ്രീമിയം ലുക്കിൽ ഒരു ടീക്ക് കൊണ്ടൊരു ഡോറ് നിർമ്മിക്കുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റീൽ ഡോർസിനൊക്കെ അപേക്ഷിച്ചിട്ട് വളരെ കോസ്റ്റ് കൂടും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു നിഗമനം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സേഫ്റ്റി ഡോർസുകളെല്ലാം തന്നെ നമ്മൾ സ്റ്റീൽ ഡോർസിന് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഫോർമൽ ലിവിംഗ് റൂം. ഇവിടെ നമ്മൾ ഒരു 3+3 സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ഡിസൈനിലും ഓരോ പ്രൊജക്റ്റിലും നമ്മൾ വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ഓരോ ഡിസൈനിലും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സോഫ സെറ്റിയുടെ ഒരു ഡിസൈൻ എന്നുള്ളത്. സോഫയുടെ കാര്യത്തിൽ നോർമലി കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസൈൻ പാറ്റേൺ വരുന്നത്. ഡിഫറെൻറ്റ് 2 കളറിലായിട്ടാണ് നമ്മൾ 2 സോഫേനെ കൊടുത്തിരിക്കുന്നത്. അതോടെ ഇപ്പോൾ അതിൻ്റെ ബാക്ക് പോർഷൻ ആണെങ്കിലും ബാക്ക് റെസ്റ്റൊക്കെ ആണെങ്കിലും എല്ലാം ഒരു പുതുമയുണ്ട് എന്നുള്ളതാണ്. ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ്ങിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു പ്രെയർ യൂണിറ്റ് കൂടി അറേഞ്ച് ചെയ്തെന്നുള്ളതാണ്. പൊതുവേ നമ്മളിന്നിപ്പോൾ പണിയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ വീടുകളിലൊക്കെ തന്നെ ഒരു പ്രെയർ യൂണിറ്റ് അല്ലെങ്കിൽ പ്രെയർ റൂം ഒക്കെ ചെയ്യാറുണ്ട്. പ്രെയർ യൂണിറ്റുകൾ ആയിട്ട് ചെയ്യുമ്പോൾ അത് ഫാമിലി ലിവിങ് സ്പേസിൽ ഒക്കെ പലയിടത്തായിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ പൊതുവേ നമ്മൾ വരുന്ന പല പ്രൊജക്റ്റുള്ള റിക്വയർമെൻറ്റ് അതൊരു ഫോർമൽ ലിവിങ് റൂമിൽ തന്നെ ചെയ്യണമെന്നുള്ളതാണ്. സോ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാകുന്നത് വളരെ ഒരു പോസിറ്റീവ് എനർജി, നമുക്ക് ആ ഫോർമൽ ലിവിങ് റൂമിൽ കയറി വരുമ്പോൾ തന്നെ ഒരു വളരെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഫോർമൽ ലിവിംഗ് റൂമിൽ നിന്ന് നേരെ നമ്മൾ ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് ആൻഡ് ഫാമിലി ലിവിംഗ് പാർട്ടീഷൻ വരുന്നത്. ആക്ച്വലി ഈ ഒരു പാർട്ടീഷൻ പ്ലൈവുഡ് വെച്ചിട്ടാണ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഒരു ടിൽറ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ഡൈനിങ്ങിലേക്ക് ഇരുന്നിട്ട് TV കാണുവാനായിട്ടും അതോടൊപ്പം ഫാമിലി ലിവിങ്ങിലിരുന്ന സ്പേസിലും നമുക്ക് എവിടെയാണ് കംഫർട്ട് എന്ന് തോന്നുമ്പോൾ അവിടെ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിന് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റെയറിന് താഴെയായിട്ട് വരുന്ന ഈ ഫാമിലി ലിവിംഗ് സ്പേസിൽ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു റിക്ലൈനർ സോഫയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ഓരോ സ്ഥലത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സുകൾക്ക് ഓരോ പർപ്പസാണുള്ളത്. ഇപ്പോൾ ഫോർമൽ ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ അവിടെ ശരിക്കും ഇതുപോലുള്ളൊരു ഭയങ്കര കംഫർട്ട് സീറ്റിംഗ് ആയിരിക്കില്ല വേണ്ടത്. അവിടെ വളരെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല. വളരെ ഫോർമലായിട്ടുള്ള ചെറിയൊരു സമയത്തേക്ക് മാത്രമാണ് അവിടെ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ആവശ്യം വരിക. പക്ഷേ ഇതുപോലുള്ളൊരു ഫാമിലി ലിവിംഗ് സ്പേസിലേക്കൊക്കെ വരുമ്പോഴും അതിൻ്റെ നമ്മൾ TV കാണുവാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാനൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തേക്കാം. സോ അവിടെ ഏറ്റവും കംഫർട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലത്തെ ഒരു റിക്ലൈനർ കൊടുത്തുകൊണ്ടോ അല്ല ഇരിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് കൂടുതൽ കിട്ടുന്ന രീതിയിലും ഒക്കെ നമുക്ക് അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിനെ അത്തരത്തിലുള്ള സോഫ ഡിസൈൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആ പർപ്പസ് മീറ്റ് ചെയ്യാനായിട്ട് നേരത്തെ ചിന്തിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനപ്പെടുമെന്നുള്ളതാണ് ഞാനിവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്.
ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ്. ഒരു 6 സീറ്റർ ടേബിൾ അറേഞ്ച്മെന്റ്സ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഈ വീട്ടിൽ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഒരിടത്ത് പോലും ഫാൾ സീലിംഗ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കോൺക്രീറ്റിൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് ആവശ്യമുള്ള സ്ഥലത്തെല്ലാം പോയിന്റ്സ് നേരത്തെ ഇട്ട് വെച്ചു. അങ്ങനെ ഒരു ഡൗൺ ലൈറ്റ്സ് അതിനുശേഷം ഫാൾ സീലിംഗ് കൊടുക്കാതെ നമ്മൾ ചെയ്തു. സോ ഫാൾ സീലിംഗിന്റെ പ്രയോജനം നമ്മളവിടെ, അല്ലെങ്കിൽ ഫാൾ സീലിംഗിന്റെ ഉപയോഗം അത്തരത്തിൽ നമ്മൾ കുറച്ചു എന്നുള്ളതാണ് ഈ വീട്ടിലെ വലിയ പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഓരോ ഡിസൈൻ എലിമെന്റ്സും അനാവശ്യമായിട്ട് ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. ഉദാഹരണം നമ്മളിപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ സൈഡിലായിട്ട് ഒരു പ്ലെയിൻ വാളുണ്ട്. സോ അതിനൊരു ചുറ്റുമായിട്ട് ഒരു വുഡൻ ഫിനിഷിലൊരു പ്ലൈവുഡ് കൊണ്ട് ഒരു ബോർഡർ കൊടുത്തു. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 2 ഫോട്ടോസ് എലമെന്റ്സ് പ്ലേസ് ചെയ്തു. ദെൻ ആ ഒരു വാളിലായിട്ട് ഈ ഭാഗത്താണ്, ഈ ഒരു വാളിലായിട്ട് നമ്മളൊരു ചെറിയൊരു ടെക്സ്ചർ പാറ്റേൺ, ഒരു സിമെന്റ് ടെക്സ്ചർ നമ്മൾ കൊടുത്തു. ലൈറ്റ് വരുവാനായിട്ട് നമ്മളോട് ഒരു പർഗോളിയും സെറ്റ് ചെയ്തു, ഒരു ടഫൻ ഗ്ലാസും പ്ലേസ് ചെയ്തു. സോ ഇത്തരത്തിൽ ഇവിടെ നമ്മളൊരു ഈ കാണുന്ന പോർഷനായിട്ട് നമ്മളൊരു കോർട്ട്യാർഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തൽക്കാലം അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ വീടിൻ്റെ ഡിസൈനുകളെല്ലാം, ഈച്ച് ആൻഡ് എവരി കോർണർ, ഈവൻ കിച്ചൺ ആണെങ്കിലും ആ ബെഡ്റൂംസുകളാണെങ്കിലും എല്ലാ ഏരിയകളും തന്നെ വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ട് ബ്യൂട്ടിഫുൾ ആക്കാനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. അതിൻ്റെ കളർ പാറ്റേൺ ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് വീട് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇത്തരം ചിന്തകൾ, അതായത് മിനിമൽ ആകണം, അതുപോലെ ബ്യൂട്ടിഫുൾ ആകണം എന്നുള്ളതാണെങ്കിൽ കോസ്റ്റ് അവിടെ വളരെ കുറയുമെന്നെടുത്ത് പറയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നല്ലൊരു എഫേർട്ട്, നല്ലൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനൊക്കെ മനസ്സിലാക്കി അവരൊക്കെ നന്നായി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇനീഷ്യൽ ഡ്രോയിങ്ങിൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്പേസുകൾ, ചെറിയ കോർണറുകളൊക്കെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ സ്പേസുകളൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു. എനിവേ നമുക്ക് കൂടുതൽ മറ്റ് ബെഡ്റൂമുകളുടെയും കിച്ചൻ്റെയൊക്കെ വിശേഷങ്ങൾ കാണാം. താങ്ക് യു.